ഡ്രോൺ ടെക്നോളജിയുടെ രംഗത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ലോകത്തെ പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് തുർക്കി. തുർക്കി വികസിപ്പിച്ചിട്ടുള്ള ബൈറക്ടർ എന്നറിയപ്പെടുന്ന ഡ്രോണുകൾ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ്. എന്നാൽ ബൈറക്ടറിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ബൈറക്ടർ അക്കിഞ്ചി എന്നറിയപ്പെടുന്നത്. ഇതിനെ ആക്രമിക്കാനും നിരീക്ഷിക്കുവാനും കഴിയും. അതോടൊപ്പം തന്നെ ഇതിന് സ്റ്റെൽത്ത് സംവിധാനങ്ങൾ ഉണ്ട് എന്നുകൂടെയാണ് തുർക്കി അവകാശപ്പെടുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം യമനികൾ തുർക്കിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കിഞ്ചി ഡ്രോൺ തകർത്തു എന്നാണ് പറയുന്നത്. അതിന്റെ വീഡിയോകളും ഫോട്ടോയുമെല്ലാം ഹൂത്തികൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രസക്തമായ ചോദ്യം, ഇത്രയും പ്രധാനപ്പെട്ട അപ്ഡേറ്റഡ് ആയ ഒരു ഡ്രോൺ തകർക്കാൻ എങ്ങനെ ഹൂത്തികൾക്ക് സാധിച്ചു? ഹൂത്തികളുടെ കയ്യിൽ ഇത്രമാത്രം വലിയ പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടോ? അവരുടെ പ്രതിരോധ മിസൈൽ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇറാൻ നിർമ്മിത ആയുധങ്ങളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഈ അക്കിഞ്ചിയെ തകർക്കാൻ മാത്രം അതിന് കഴിവുണ്ടോ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട്. അതല്ല എങ്കിൽ സൗദി അറേബ്യയാണ് ഈ ഡ്രോൺ നിയന്ത്രിച്ചത്. സൗദിക്ക് അത് വ്യക്തമായ രീതിയിൽ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണോ എന്ന പ്രധാനപ്പെട്ട ചോദ്യവും ഇവിടെ ഉയർന്നു വരുന്നുണ്ട്. എന്തായിരുന്നാലും AI സംവിധാനങ്ങളെല്ലാം ഉള്ള ഈ ഡ്രോണിനെയാണ് ഹൂത്തികൾ തകർത്തിരിക്കുന്നത്. സൗദി അറേബ്യയും ഹൂത്തികളും തമ്മിൽ ഇപ്പോൾ വ്യക്തമായ രൂപത്തിലുള്ള ഭിന്നതകൾ രൂപപ്പെട്ടിട്ടുണ്ട്. പരസ്പരങ്ങൾ ആക്രമണം നടത്തുന്ന സാഹചര്യത്തിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്നാൽ സൗദി അറേബ്യക്ക് ഈ അടുത്ത കാലത്തായി തുർക്കിയിൽ നിന്നുമുള്ള പുതിയ ആയുധങ്ങൾ എത്തിയിരുന്നു. ഈ ആയുധങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ച് യമനിൽ ഒരു കരയാക്രമണത്തിന് സപ്പോർട്ട് നൽകാൻ ഈ ഡ്രോണുകൾക്ക് സാധിക്കും. കാരണം ടാങ്കുകളെയും മറ്റുമൊക്കെ വ്യക്തമായി നിരീക്ഷിച്ച് ആക്രമിക്കാൻ സാധിക്കുന്ന ഡ്രോണാണിത്. നമുക്കറിയാം, ഉക്രൈനും റഷ്യയും തമ്മിൽ യുദ്ധമുണ്ടാകുന്ന ഘട്ടത്തിൽ ആദ്യത്തിൽ റഷ്യയുടെ കരയുദ്ധത്തെ പരാജയപ്പെടുത്തിയത് തുർക്കിയുടെ ബൈറക്ടർ TB2 ആണ്. അതിന്റെ ഒന്നുകൂടെ പുതിയ വേർഷനാണ് അക്കിഞ്ചി എന്നറിയപ്പെടുന്നത്. എന്നാൽ ഇതാണ് ഇപ്പോൾ തകർക്കപ്പെട്ടിരിക്കുന്നത് യമനികൾ മുഖേന എന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.